എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗൗതമൻ. IPMIS അക്കാഡമിയുടെ അക്കാഡമിക് ഹെഡ് ആണ്. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈനിനെ പറ്റിയിട്ടാണ്. ബിക്കോസ് നമ്മളുടെ ഒരു എക്സാമിനേഷന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ടൈം ലൈൻ എന്ന് പറയുന്ന കാര്യം. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഈവന്റ് നടന്നിട്ടുള്ളത് ഏത് സമയത്താണെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം ലൈൻ നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കൊരു ടൈം ലൈൻ അറിയാവുന്നുണ്ടെങ്കിൽ, കാരണം ഈ ടൈം ലൈനിൽ നമുക്ക് എല്ലാം പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് പാടായിരിക്കും. പക്ഷെ മെജോറിറ്റി ഇൻസിഡൻസ്, അതായത് മെജോറിറ്റി ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ ക്ലാസ് ആണിത്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്ലാസ് ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുക, ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂടുതലായിട്ട് നോട്ട്സ് എഴുതി വെക്കുക. പിന്നീട് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ലൈൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ടൈം ലൈനിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ടൈം ലൈൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ എപ്പോഴും ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടൈം പീരീഡ് എന്താണ്, ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടൈം പീരീഡ് എന്താണ്, മോഡേൺ ഇന്ത്യൻ ടൈം പീരീഡ് എന്താണ്, ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ ഉണ്ട്. അപ്പം ആ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, മെജോറിറ്റി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെജോറിറ്റി കാര്യങ്ങളും ഒരു മോഡേൺ ഇന്ത്യൻ ടൈം പീരീഡ് അല്ലെ ഫ്രീഡം മൂവ്മെന്റിന്റെ ടൈം പീരീഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അതിന് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടൈം ലൈൻ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് തന്നെ 1600 എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെലവൻസ് നമുക്കറിയാം. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറ്റിയിട്ടാണ്. കാരണം 1600 ശേഷം അവരിവിടെ ഭരണം സ്ഥാപിച്ചതിന് ശേഷം പിന്നെ നമ്മളുടെ ഹിസ്റ്ററി തന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അതിന്റെ രൂപീകരണം എങ്ങനെയായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വീൻ എലിസബത്തിന്റെ ടൈമിലാണ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ചാർട്ടർ നൽകിയിട്ടുള്ളത്. അപ്പൊ ചാർട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പോയി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടറാണ്. ഇവിടെ എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. യെസ്, അതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. പക്ഷേ അതൊരു ഗവൺമെന്റ് കമ്പനിയാണോ എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. അല്ല, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടറിലൂടെ ഒരു എഗ്രിമെന്റിലൂടെ ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം കൊടുക്കുകയാണ് 1600 ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആയിരുന്നു 1757 ബാറ്റിൽ ഓഫ് പ്ലാസി എന്നറിയപ്പെടുന്ന ബാറ്റിൽ ഓഫ് പ്ലാസി. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം, ഈ 1600 മുതൽ 1757 വരെ അവർ പല പല രീതികളിൽ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കിടയിൽ തല്ലുണ്ടാക്കുകയും അവർക്കിടയിൽ റിഫ്റ്റ് ഉണ്ടാക്കി ഒരാളെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരാളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയും അവിടുന്ന് കുറച്ച് സ്ഥലം സ്വന്തമാക്കുകയൊക്കെ ചെയ്ത് ഇവർ കുറെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. അതായത് മദ്രാസ് ആയാലും ബോംബെ ആയാലും ഇങ്ങനെയുള്ള മേജർ പ്രസിഡൻസീസ് ഒക്കെ അവർ പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസിഡൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോവിൻസ് എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. അപ്പൊ ബംഗാൾ പക്ഷേ ഇവരുടെ കൺട്രോളിലല്ലായിരുന്നു. ബംഗാൾ, നവാബ് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന സിറാജ് ഉദ്ദൗളയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിച്ചുകൊണ്ട് ബംഗാളിന്റെയും പവർ നേടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ഒരു പവർ അവരുടെ കയ്യിലാകുമല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഈ ഒരു വാർ ഉണ്ടായിട്ടുള്ളത്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. ഇതില് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലൈവും ബംഗാളിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയിട്ടുള്ളത് സിറാജ് ഉദ്ദൗളയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലെഫ്റ്റനൻസ് പല ആളുകളും അദ്ദേഹത്തെ ചതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തിൽ മിർജാഫർ ആയാലും അങ്ങനെയുള്ള പല ആളുകൾ അദ്ദേഹത്തെ ചതിക്കുകയും അതിന്റെ തൽഫലമായിട്ട് ബാറ്റിൽ ഓഫ് പ്ലാസിൽ അദ്ദേഹം ഡിഫീറ്റഡ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കൂടുതൽ കൺട്രോള് കിട്ടുന്നത്. അപ്പൊ അതാണ് 1757 നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് 1764 നടന്നിട്ടുള്ള ബാറ്റിൽ ഓഫ് ബക്സർ എന്നറിയപ്പെടുന്ന വാർ. അപ്പം 57 ശേഷം ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം അവർക്ക് കൂടെ കൂടുതൽ പവർ കിട്ടുകയും കൺട്രോൾ കിട്ടുകയും തൽഫലമായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരോട് ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പം കൂടുതലായിട്ടും അവർ ഭരിക്കുമ്പം അവരുടെ പ്രോഫിറ്റും അവരുടെ ഗെയിംസും മാത്രമായിരിക്കും അവർ നോക്കുന്നത്. ഈ നാട്ടിലുള്ള പല രാജാക്കന്മാർക്കും അവർക്ക് വേണ്ടതൊന്നും കിട്ടാതെയാകുകയും അങ്ങനെ അവർക്കെതിരെ തിരിയുകയും ചെയ്തു. അതായത് നേരത്തെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പല ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അവരുടെ ഭരണം എന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ
ഉണ്ടായിരുന്ന ഒരു വാറായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. മിർ കാസിം എന്ന് പറയുന്ന ആളായിരുന്നു ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നേതൃത്വം വഹിച്ചത്. മിർ കാസിം മാത്രമായിരുന്നില്ല, അവിടുത്തെ അവധിന്റെ റൂളർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മുഗൾ എംപറർ ഉണ്ടായിരുന്നു. ഇവരെല്ലാരും കൂടെ ഒന്ന് കമ്പൈൻഡ് ആയിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അവിടെയും അവർക്ക് ലഭിച്ചത് ഡിഫീറ്റ് തന്നെയായിരുന്നു. കാരണം ബ്രിട്ടീഷിന്റെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഫോഴ്സിൽ അവർക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. ഈ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പം പക്ഷെ നല്ല സ്ട്രാറ്റജി നമുക്കുണ്ടെങ്കിൽ അവരെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പറ്റിയൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് 1764 നടന്നിട്ടുള്ള ബാറ്റിൽ ഓഫ് ബക്സർ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട്, അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആ പ്രൈവറ്റ് കമ്പനിയിൽ വളരെയധികം കറപ്ഷനും അങ്ങനെ അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെലവാക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടത്ര വരുമാനം ഇവരിൽ നിന്ന് ലഭിക്കാതെ വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് മനസ്സിലായി ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം, ഇവരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണമെന്നോ. അങ്ങനെ അവരെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ക്രിയേറ്റ് ചെയ്തൊരു നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് അറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. തൽഫലമായിട്ട് വന്നിട്ടുള്ള ഒരു ടൈറ്റിലായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ. അപ്പം ബംഗാളിന്റെ ഗവർണർ ജനറലിനെ അവർ നിയമിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്ന ആളായിരുന്നു വാരൻ ഹാസ്റ്റിങ്സ് എന്ന് പറയുന്ന ആള്, വാരൻ ഹാസ്റ്റിങ്സ്. കൂടാതെ സുപ്രീം കോടതി, അതായത് കൽക്കട്ടയിലുള്ള സുപ്രീം കോടതിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആക്ടിലൂടെയാണ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളുക. 1773 നടന്നിട്ടുള്ള റെഗുലേറ്റിംഗ് ആക്ട് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് 1782 മുതൽ 1784 വരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല നാട്ടുരാജാക്കന്മാരും അതേപോലെ പല റീജിയണൽ കിങ്ഡംസും ബ്രിട്ടീഷുകാരുമായിട്ട് അലൈൻഡ് അല്ലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്ത ആളുകൾ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില രാജഭരണങ്ങളായിരുന്നു മറാത്ത എംപയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈസൂർ എംപയർ എന്നൊക്കെ പറയുന്നത്. ഇവർക്കെതിരെ കോൺസ്റ്റന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നടന്ന ഒരു വാറായിരുന്നു ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ എന്നറിയപ്പെടുന്നത്. ആംഗ്ലോ എന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ്. അപ്പം ആദ്യത്തെ ബ്രിട്ടീഷ് മറാത്ത വാർ എൻഡ് ചെയ്തത് ട്രീറ്റി ഓഫ് സെൽബായ് എന്ന് പറയുന്ന ഒരു ട്രീറ്റിയിലൂടെയാണ്. അപ്പം എന്താണ്, അപ്പം ഇവിടെ ചെറിയ ചില ഗെയിൻസ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ മറാത്താസിനെയൊക്കെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. അതിന് കൂടുതലായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വേണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതേപോലെ 1799 നടന്നിട്ടുള്ള മറ്റൊരു യുദ്ധം ആയിരുന്നു ആംഗ്ലോ മൈസൂർ വാർ എന്നറിയപ്പെടുന്നത്. അപ്പം മൈസൂറിലെ അന്ന് ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഹൈദരാലിയും ടിപ്പു സുൽത്താനുമായിരുന്നു. ഹൈദരാലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ. അപ്പൊ ഈ രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നത്. പക്ഷേ ഏകദേശം 4th ആംഗ്ലോ മൈസൂർ വാറോടുകൂടി ഇത് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ടിപ്പു സുൽത്താൻ ഡിഫീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഇവർക്ക് കൂടുതലായിട്ടുള്ള ഒരു കൺട്രോൾ, നമ്മുടെ സദേൺ റീജിയൻസിൽ ഒരു കൂടുതൽ കൺട്രോൾ അവർക്ക് ലഭിക്കുകയും ചെയ്തതാണ് 1799 നടന്നിട്ടുള്ള 4th ആംഗ്ലോ മൈസൂർ വാറിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് നടന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർ ആയിരുന്നു 1818 നടന്നിട്ടുള്ള 3rd ആംഗ്ലോ മറാത്ത വാർ. ഇത് മറാത്താസുമായിട്ടാണ്. മറാത്താസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു മഹാരാഷ്ട്ര റീജിയൻസിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഡെക്കാൻ റീജിയൻസിലാണ് അവരുടെ ഒരു കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പം മറാത്താസിനെ ഇവർ ഡിഫീറ്റ് ചെയ്തൊരു വാർ ആയിരുന്നു 3rd ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നത്. അങ്ങനെ മറാത്താസിനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറാത്ത അത്ര കാലം ഭരിച്ചിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമാറ്റിക്കലി ഇവരുടെ അണ്ടറിലേക്ക് പോവുകയും അങ്ങനെ ഈ ഒരു വാറോടുകൂടി ഒരു ശരിക്കും ഇവിടുത്തെ ഒരു പവറായിട്ട് അവർ മാറുകയും ചെയ്തു. കാരണം ഇനി ആരും അവരെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ ഒരു ഭരണം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് 1818 ശേഷമുള്ള ഒരു കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു ഇമ്പോർട്ടന്റ് ഒരു ഇൻസിഡന്റ് ആണ് ചാർട്ടർ ആക്ട് ഓഫ് 1833 എന്ന് പറയുന്നത്. ചാർട്ടർ ആക്ടിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഇവർ പുതുക്കി കൊടുക്കുകയാണ്. അതായത് ബ്രിട്ടീഷ് ക്രൗൺ അല്ലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ഈ പ്രൈവറ്റ് കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പുതുക്കി കൊടുക്കുകയാണ്. അവർക്ക് ഇവിടെ ഉള്ള ഭരണകാലഘട്ടം പുതുക്കി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുതുക്കൽ തന്നെയാണ് ഈ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. പക്ഷെ ഈ ചാർട്ടർ ആക്ടിലൂടെ അവർ ഉദ്ദേശിച്ചത് ഇവരുടെ ഭരണം ഇവിടെ നിർത്തുക, അതായത് എല്ലാ കാര്യങ്ങളിലുള്ള ഇവർ ഇടപെടലുകളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ റവന്യൂ ഇടപെടലിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833. അത് മാത്രമല്ല, അതുവരെ നമ്മൾ അറിഞ്ഞിരുന്നത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായിരുന്നു. പക്ഷെ ആ ഗവർണർ ജനറൽ ബംഗാൾ എന്നുള്ള ടൈറ്റിലിനെ എടുത്തു മാറ്റിക്കൊണ്ട്
ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ഒരു ടൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് വരുന്ന ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു ആദ്യമായിട്ട് വരുന്ന ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചാർട്ടർ ആക്ടോട് കൂടി ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. കാരണം അവരുടെ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ഇവിടെ ഒഴിവാകുകയും അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 1857 റിവോൾട്ട് ആണ്. 1857 റിവോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി അവരിവിടെ കൺട്രോൾ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ പോലും പല ഏരിയാസിലും പല കാര്യങ്ങളിലും ഇന്ത്യക്കാർക്ക് ഇവരോട് വളരെയധികം വിയോജിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് ലോർഡ് ഡൽഹൌസി എന്ന് പറയുന്ന റൂളർ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള പല പോളിസീസ് ആണ്. അപ്പൊ അതിൽ ഒന്നെന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു പോളിസി ആയിരുന്നു. അപ്പൊ ഇതിനൊക്കെ അവിടുത്തെ പല രാജാക്കന്മാരും എതിർത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ സോൾജേഴ്സിനിടയിൽ തന്നെ ഇന്ത്യൻ സോൾജേഴ്സ്, അതായത് ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സോൾജേഴ്സിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉടലെടുക്കുകയും റിലീജിയസ് ആയിട്ടുള്ള പല എലമെന്റ്സിനെ ഇവർ കയറി കർട്ടൈൽ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ളൊരു കാര്യമാവുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് 1857 കാലഘട്ടങ്ങളിൽ അവരുടെ ഗ്രീസ്ഡ് കാർട്രിഡ്ജ് എന്ന് പറയുന്നത് തോക്കിൽ ഉപയോഗിക്കാനുള്ള ഗ്രീസ്ഡ് കാർട്രിഡ്ജ് കൊണ്ടുവരികയും അപ്പൊ ആ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള പല ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ കാർട്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പിഗിന്റെ പന്നിയുടെ ഫാറ്റ് കൊണ്ടും അതുപോലെ തന്നെ പശുവിന്റെ ഫാറ്റ് കൊണ്ടും ഒക്കെ ആണെന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് മൃഗങ്ങളെ നോക്കുമ്പോഴും അത് റിലീജിയസ് ആയിട്ട് ചില കണക്ഷൻസ് മുസ്ലിംസിനായാലും അല്ലെങ്കിൽ ഹിന്ദുസിനായാലും വരുന്നുണ്ട്. ഹിന്ദുസിന് ഇതൊരു സാക്രഡ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് കൗ എന്നുണ്ടെങ്കിൽ മുസ്ലിംസിന് വേണ്ടാത്ത ഒരു ആനിമൽ ആണ് ഈ പറഞ്ഞതുപോലെ പിഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അവരെ അഫക്റ്റ് ചെയ്യുകയും ആ എലമെന്റ്സ് ഒക്കെയാണ് പിന്നീട് ഇതൊരു സോൾജേഴ്സിന്റെ അപ്രൈസിംഗ് ആയിട്ട് ഉയർന്നു വരാനായിട്ടുള്ള ഒരു കാരണം. പിന്നീട് ആ സോൾജേഴ്സിന്റെ അപ്രൈസിങ്സ് പല ലീഡേഴ്സ് കയറി ഏൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ലീഡേഴ്സ് ആയിരുന്നു ഈ പറഞ്ഞതുപോലെ താന്തിയ തോപ്പി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ലെഫ്റ്റനന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കമാൻഡർ ആയിരുന്നു. റാണി ലക്ഷ്മിഭായി ആണെങ്കിലും കുൻവർ സിംഗ് ആണെങ്കിലും ഇവരൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ഈ പറഞ്ഞ റിവോൾട്ടിനെ ലീഡ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ ഈ റിവോൾട്ടും നമുക്കൊരു ഫെയിലിയർ ആയിരുന്നു, നമ്മളെ അവർ തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ ഭരിക്കുക എന്ന് പറയുന്നത് ഇത് ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ഒരു അധികാരം ഇനിയും കൊടുത്തു വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്കിനിയും നോക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു കാരണവശാലും ഇവിടുത്തെ ആളുകൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുകയും അങ്ങനെ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടോട് കൂടി ബ്രിട്ടീഷ് ക്രൗൺ, അതായത് ബ്രിട്ടീഷ് രാജഭരണം, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ മൊത്തം കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 1858 കൂടിയാണ് ബ്രിട്ടീഷ് ക്രൗൺ ഇന്ത്യയുടെ മൊത്തം കൺട്രോള് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു ബ്രിട്ടീഷ് രാജിന് അവിടെ തുടക്കം കുറിക്കുകയും ഒരു സെൻട്രലൈസ്ഡ് ഗവർണൻസിന് അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആയിരുന്നു ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാരണം ഇന്ത്യയുടെ ഒരു ഫ്രീഡം മൂവ്മെന്റിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ അതിന്റെ ഫോർമേഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ബോംബെയിലാണ് ഫോം ചെയ്യുന്നത്. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിൽ വെച്ചാണ് ഫോം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂം ആയിരുന്നു. A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് റിട്ടയർഡ് സിവിൽ സർവന്റ് ആയിരുന്നു. അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് W.C. ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി. ഇപ്പൊ ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നില്ല, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരുന്നു. പക്ഷെ ലേറ്റർ ദാദാഭായ് നവറോജിയാണ് ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പേര് നൽകുന്നത്. പിന്നീട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ് 1905 നടന്നിട്ടുള്ള പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ബ്രിട്ടീഷുകാർ എപ്പോഴും ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാക്കിയിട്ട് ആ ഡിവിഷനിൽ നിന്നുകൊണ്ട് തന്നെ ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ അവരിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കമ്മ്യൂണൽ ഡിവിഷൻ, ഒരു റിലീജിയസ് ഡിവിഷൻ ആയിരുന്നു പാർട്ടീഷൻ ഓഫ് ബംഗാൾ. കാരണം ബംഗാൾ ആ സമയത്ത് ഇന്റലക്ച്വലി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പോപ്പുലേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവർക്കിടയിൽ എങ്ങനെയെങ്കിലും ഒരു റിഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇതിനെ
ഭാഗിക്കുന്നത് നോക്കി അവർ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ള മുസ്ലിം പോപ്പുലേഷനും ഒരു ഭാഗത്ത് കൂടുതലായിട്ട് ഹിന്ദു പോപ്പുലേഷനും കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം ടെറിട്ടറീസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പിന്നീട് ആ പ്രതിഷേധങ്ങൾ സ്വദേശി മൂവ്മെന്റ് ആയിട്ട് അറിയപ്പെടുകയും ചെയ്തു. ഇന്ത്യയിലെ സ്വദേശി മൂവ്മെന്റ് ആയിട്ട് രൂപീകൃതമാകുകയും ചെയ്തിട്ടുള്ളതായിരുന്നു ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിനെതിരെയുള്ള മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ഈവന്റ് എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് മസാക്കർ ആണ്. പക്ഷെ ജാലിയൻ വാലാബാഗ് മസാക്കർ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഒരു മഹാനെ പറ്റി. അതായത് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലീഡർഷിപ്പ് നൽകിയിട്ടുള്ള ഒരു മഹാൻ 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അത് വേറെ ആരുമല്ല, മഹാത്മാഗാന്ധി ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ തിരിച്ചു വന്ന് ഏകദേശം 2 വർഷത്തോളം ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുകയും ഇന്ത്യയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തതിനു ശേഷം 1917 അദ്ദേഹം ഒരു എൻട്രി നടത്തുന്നത് പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ ഫ്രീഡം മൂവ്മെന്റിലേക്ക്. ആ എൻട്രി ചമ്പാരൻ അജിറ്റേഷനോട് കൂടിയാണ് നടത്തുന്നത്. അതൊരു സക്സസ് ആയിരുന്നു. അതിനുശേഷം ഖേദ സത്യാഗ്രഹം നടക്കുന്നു 1918. അത് കഴിഞ്ഞ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നടക്കുന്നു 1918. ഇത് രണ്ടും ഈ പറഞ്ഞ 3 സക്സസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഒരു ലീഡർ എന്നുള്ളൊരു പേരിലേക്ക് അദ്ദേഹം വളർന്നു വരികയും അദ്ദേഹത്തിന് ആളുകൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നറിയപ്പെടുന്നത്. 1919 ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നിരപരാധികളായിട്ടുള്ള കുറെ ആളുകളെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം വന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അമൃത്സറിലുള്ള ഒരു പാർക്കിൽ വെച്ച് അങ്ങ് നടക്കുന്നത്. ഒരു വാതിൽ മാത്രമുള്ള ഒരു പാർക്ക്. അപ്പം അങ്ങനെ ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ അവർ ആ വാതിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ കയറി നിന്ന് ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ മാസീവായിട്ടുള്ള ഒരു ഒപ്പോസിഷനാണ് ഇന്ത്യയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യയിലെ എല്ലാ ലീഡേഴ്സും അവരാൽ കഴിയുന്ന രീതിയിൽ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ഇതിനെതിരെ റിവോൾട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള അതിന് പ്രധാനപ്പെട്ട് പറയാൻ പറ്റുന്ന പേരുകളാണ് മഹാത്മാഗാന്ധി ആയാലും രവീന്ദ്രനാഥ് ടാഗോർ ആയാലും ഒക്കെ ഇതിനെതിരെ വളരെയധികം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം ഇതിന് ഈ ഒരു ഇൻസിഡന്റ് ആളുകൾക്കിടയിലും ബ്രിട്ടീഷുകാരോട് അത്രയധികം ഒരു വെറുപ്പ് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഒരു മാസ് മൂവ്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ നടക്കാനായിട്ട് പോകുന്നത്. അത് വേറൊന്നുമല്ല, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. അപ്പം 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം വരികയും ഇപ്പൊ ഖലീഫ സിസ്റ്റം അവിടെ പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്. ആ ഖിലാഫത്ത് മൂവ്മെന്റിനെ നമ്മൾ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ലയിപ്പിച്ചുകൊണ്ടാണ് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. 1920 മുതൽ 22 വരെയാണ് നടന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധി ആയിരുന്നു ഇതിന്റെ ലീഡർ എന്നറിയപ്പെടുന്നത്. അപ്പം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു മാസ് എൻട്രി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മാസസിന്റെ എൻട്രി മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളിൽ നിന്നായാലും വിമനിൽ നിന്നായാലും സ്ത്രീകളിൽ നിന്നായാലും അതേപോലെ തന്നെ കുട്ടികളിൽ നിന്നായാലും ഗവൺമെന്റ് എംപ്ലോയീസിൽ നിന്നായാലും ഏത് തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിലും കൂടുതൽ ആളുകൾ ഈ ഒരു ഇന്ത്യയുടെ ഒരു ഫ്രീഡം മൂവ്മെന്റിലേക്ക് പങ്കെടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അതൊരു ഫെയിലിയർ ആണെന്ന് പറയാൻ കാര്യം 1922 ചൗരി ചൗര ഇൻസിഡന്റ് നടക്കുന്നു. വേറൊന്നുമല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 21ഓളം പോലീസുകാരെ തീയിട്ട് കൊന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ഈ പറഞ്ഞ ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതോടുകൂടി അത്രയും നാളും പീസ്ഫുൾ ആയിരുന്ന ഒരു മൂവ്മെന്റ് പെട്ടെന്ന് വയലന്റ് ആയിട്ട് മാറുകയും ഇനി ഇതിനെതിരെ ഒരു റിട്ടാലിയേഷൻ പ്രതീക്ഷിക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മൂവ്മെന്റിനെ മഹാത്മാഗാന്ധി വിഡ്രോ ചെയ്യുന്നത്. പിന്നീട് നടന്നൊരു ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് ആയിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തേത് നോൺ കോപ്പറേഷൻ ആണ്, നമ്മൾ സഹകരിക്കത്തില്ല, ഇവരോട്ട് ഒരു കാര്യത്തിനും സഹകരിക്കത്തില്ല. എന്നാൽ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേന് ഇനി നിങ്ങളെ അനുസരിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അന്ന് നിലനിന്നിരുന്ന ഒരു സോൾട്ട് നിയമം, അതായത് ഉപ്പിൽ അവർ ചുമത്തിയിട്ടുള്ള ഒരു ടാക്സ്, അതിനെതിരെ ആണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിനെ ദണ്ഡി മാർച്ച് അല്ലെ സോൾട്ട് മാർച്ച് എന്നറിയപ്പെടുന്നത്. ആ സോൾട്ട് നിയമം തകർക്കുക, ഉടയ്ക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം ഇതും ഒരുപാട് മാസ് അറ്റൻഷൻ സീക്ക് ചെയ്തതാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു നിയമങ്ങളും ഞങ്ങൾ ഇനിയും ഫോളോ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് അവർ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പം അതും വളരെയധികം ആളുകളെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നീട് നടന്നൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു 1942 നടന്നിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് മടുത്തു, ഇവരെ കൊണ്ട് മടുത്തു. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ക്വിറ്റ് ഇന്ത്യ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരേ ഒരു ഡിമാൻഡ്. അപ്പം അവിടെ വരെ ആളുകൾ എത്തി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം
എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ലീഡർ ഇല്ലാത്ത ഒരു മൂവ്മെന്റ് ആയിട്ട് മാറിപ്പോയി. കാരണം എല്ലാ ലീഡേഴ്സിനെയും ഇവര് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മൂവ്മെന്റുകളും ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നതിൽ വേണ്ടത്ര പങ്ക് വഹിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നീട് നടക്കുന്നതാണ് 1947 ഇന്ത്യക്ക് ഫ്രീഡം ലഭിക്കുക എന്നുള്ള കാര്യം. അപ്പം ഇന്ത്യയുടെ ഫ്രീഡം ലഭിക്കുമ്പോൾ തന്നെ നടക്കുന്ന വേറൊരു കാര്യമാണ് ഇന്ത്യയുടെ പാർട്ടീഷൻ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി തന്നെ ഇന്ത്യയെ രണ്ടായി വിഭജിക്കുകയും പാകിസ്ഥാനും ഇന്ത്യയും ആക്കുകയും പാകിസ്ഥാനും ഇന്ത്യക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പാർട്ടീഷൻ ടൈമിൽ ഇന്ത്യയെ കടന്നുപോയത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരുന്നില്ല. കാരണം ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിക്കുകയും ഒരുപാട് കമ്മ്യൂണൽ റൈറ്റുകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഒരുപാട് ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയി. അതായത് ഇപ്പം ഇന്ത്യയിൽ ജീവിക്കുന്ന പല ആളുകളും പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാനിൽ പല ആളുകളും ഇന്ത്യയിലേക്ക് വരികയും പിന്നെ തിരിച്ച് അവർ പിന്നെയും അവിടെ അവർക്ക് ഒരു നല്ലൊരു അഭയം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് പിന്നെയും വരികയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു നമ്മളുടെ പാർട്ടീഷൻ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഞാൻ പറയാൻ കാര്യം, ഇത് നമുക്ക് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യാൻ, നമ്മുടെ മനസ്സിൽ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറെ ഈവന്റുകളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഒരുപാട് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനഃപ്പാടമാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. കാരണം ഇനി ഇതിനിടയ്ക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, പല എലിമിനേഷൻ ആയാലും അങ്ങനെയുള്ള പല ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഒരു ഉത്തരം എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു ഉത്തരം പറയുമ്പോഴും ഒക്കെ നമ്മൾ വളരെ ഫാക്ച്വൽ ആയിട്ട് അതിന്റെ ടൈം പീരീഡും ഒക്കെ നമ്മൾ കോട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ ഒത്തന്റിസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യത്തെ പറ്റി പറയാനുള്ള ഒത്തന്റിസിറ്റി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു എക്സാമിനേഷനെ ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഈ വീഡിയോ കാണുക, എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.